നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. നമ്മളൊപ്പം വിഷ്ണു ഉണ്ട്. ചോദ്യങ്ങൾ നോക്കാം. സാർ ഇപ്പൊ ഇറാനിൽ എന്താണ് സാർ നടന്നുകൊണ്ടിരിക്കുന്നു? തിരികെ ഇപ്പൊ വന്നിട്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കേറാൻ തുടങ്ങിയിരിക്കുന്നു. 100% ഇനിയും കേറും. ആണായിരുന്നു ഇറാനിന് ഇനി ഒരു സൊല്യൂഷനും ഇല്ല. ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങുമില്ല. ഗ്രൗണ്ടിൽ ഇറങ്ങാതെ ഈ വാർ തീരത്തില്ല. ഇറാനിൽ ആരെടുത്താണ് നെഗോഷിയേറ്റ് ചെയ്യണം എന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം അതിൽ സ്ട്രക്ചറേ തനിത്തനിയായിരിക്കുന്നു. സോ ഒരു സെൻട്രൽ കമാൻഡർ ഇരിക്കുന്ന എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇന്നൊരു കാര്യം, അച്ഛൻ്റെ ഫ്യൂണറൽ പോലെ ആ മോൻ വന്നില്ല. പുറത്ത് വരുവാണെങ്കിൽ അവരെ നമുക്ക് തട്ടി തീർക്കുമെന്നൊരു പേടിയുമുണ്ട്. ഇന്നൊരു കാര്യം, ഇസ്ലാമിയർ പഴയ അഹമ്മദ് എന്നൊരാളിരിക്കുന്നു, വായിൽ വരാത്ത ഒരു പേര്. അവർ വന്ന് ഇസ്രായേലിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതായത് അവർ റെജീം ചേഞ്ചിനും ട്രൈ ചെയ്യുന്ന പോലെ ഇസ്രായേലിനോടൊപ്പം ചേർന്ന്. അപ്പോൾ ഇത് എല്ലാം ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. കച്ച എണ്ണ എലിവേറ്റഡാ തന്നെ ഇരിക്കും. സ്വർണത്തിന്റെ വില ഇറങ്ങിയോണ്ട് തന്നെ ഇരിക്കും അല്ലേ? സ്വർണത്തിന്റെ വില അതുകൊണ്ട് മാത്രം വീഴുന്നില്ല. ഇത് കാരണം വിലവാശി കയറും. ദെൻ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കയറും. അന്ന് ഞാൻ പറഞ്ഞത് ഒരു 6 മാസത്തിന് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന്. 6 മാസത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു തിരിവ് വരും. ഇന്ന് വരുമെന്ന് പറയാൻ പറ്റൂല. പക്ഷെ അടുത്ത 6 മാസത്തിൽ വരാണ്ട് സാധ്യത അധികമുണ്ട്. ഒരു കാര്യം കെവിൻ വാഷ് പറഞ്ഞിരിക്കുന്നു, എല്ലാം ഓക്കെ, ട്രംപിന് ഞാൻ എല്ലാം മനസ്സിലാക്കി വച്ചിട്ടുണ്ട്, നീ ഇതിന്റെ അകത്ത് നീ വരരുത് എന്ന് പറഞ്ഞ് ബോസ് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ വച്ചിരിക്കുന്നു. അമേരിക്കയുടെ ടോളറൻസ് റേറ്റ് 2% ഇൻഫ്ലേഷൻ 3.5% ഇവരെടുത്തിരിക്കുന്നു. ആൽമോസ്റ്റ് ഡബിൾ. ഇന്ന് കുറയും നാളെ കുറയും എന്ന് പറഞ്ഞ് 2 കൊല്ലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റൂല. അമ്മ വന്നിട്ട് കട്ട് ചെയ്യണമെന്നല്ല വിചാരിക്കുന്നു. അക്ഷയണെന്ന് പറയുന്നത് റൂൾഡ് ഔട്ടാണ്. ഇത് ഇന്നും കയറിയെന്ന് വെച്ചോ, ഇന്ന് 2% കയറും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ഈ ബിസിനസ് ഇമ്പ്രൂവ് ആകുമെന്ന് പറയുന്നത് ചാൻസ് ഇല്ലാത്ത കാര്യമാണ്. പില്ല രാജ എന്നാണ് പറയേണ്ടത്. അടുത്തത് എന്ത് പ്രോബ്ലം എന്നാൽ AI ബൂം വെടിക്കുമെന്ന് പറയുന്നു. ഓൾറെഡി റൊട്ടേഷനിൽ ഓവർ ഇൻഡസ്ട്രി ആയിട്ട് വിളുന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചിപ്പ് ഇൻഡസ്ട്രി വിളുന്നുകൊണ്ടിരിക്കുന്നു. കാസ്റ്റ്ലി വന്നിട്ട് ഇപ്പോൾ അടുത്ത പടുക്കയിൽ തന്നെ ഇരിക്കുന്നത്. ബൂമും ഈ ഇൻട്രസ്റ്റ് റേറ്റ് 3.5 എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഈ റേറ്റിൽ അവർ താങ്ങുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് പറയണ സാർ. ഇൻട്രസ്റ്റ് റേറ്റ് ബൂം 2 സ്ഥലത്തിലിരിക്കുന്നു. റെഡിയായിട്ട് കച്ച എണ്ണയുടെ ഈ വിലയ്ക്കേറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുവാണെങ്കിൽ ബൂം തീരും. കുറയ്ക്കാൻ പറ്റാതെ ഈ വെയിറ്റിൽ തന്നെ ബൂം വന്ന്, അതായത് എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കും എയിൽ റിട്ടേൺ വരുന്നില്ലെങ്കിൽ അത് ബൂം ഓട്ടോമാറ്റിക്കായി വെടിക്കും. കാരണം എയിൽ എല്ലാവരും ഒരുപാട് കടൻ വാങ്ങിയിരിക്കുന്നു, ഇൻക്ലൂഡിങ് ഗൂഗിൾ. പിന്നെ ഗൂഗിൾ കാശും റൈസ് ചെയ്തിരിക്കുന്നു. ഗൂഗിൾ രക്ഷപ്പെടും, അമേസോൺ രക്ഷപ്പെടും. ഇപ്പം മെറ്റ എന്ത് പറയുന്നു എന്നാൽ എൻ്റെ അടുത്തിരിക്കുന്ന സ്പെയർ കപ്പാസിറ്റി വന്ന് വാടകയ്ക്ക് വിടാൻ പോകുന്നു എന്ന് പറയുന്നു. ബട്ട് എത്രയും ദൂരമാണ് അവർ ആവശ്യമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഒരടുത്ത 6-7 മാസത്തിന് ഇങ്ങനെ മേളിലും താഴെയും എന്ന് ചെല്ലും. എന്നാൽ നമ്മൾ അൾട്രാ ഡിഫെൻസീവായിരിക്കുന്നു. സാർ ഇപ്പൊ പറഞ്ഞതിലിരുന്ന് എന്റെ ചെറിയ സംശയം എന്തെന്ന് വെച്ചാൽ 1930s ഈ ബ്ലാക്ക് ഫ്രൈഡേ നിന്ന് വന്നല്ലേ സാർ? അത്രയും ദൂരമൊക്കെ വരുമോ എന്നത് എൻ്റെ സംശയമാണ്. ഇവിടെ ഇരുന്ന് ഒരു 3 വർഷത്തിൽ ഇനി നമ്മൾ 2030ക്ക് വരും. റിപ്പീറ്റ്സ് പോലെ എന്തെങ്കിലും നടക്കുമോ സാർ? അങ്ങനെ ഒന്നുമില്ല. എല്ലാം നടക്കുന്നതിന് ഒരു അർത്ഥമിരിക്കും. അന്ന് സെൻട്രൽ ബാങ്കിൻ്റെ റോൾ എന്താ, ഇന്ന് സെൻട്രൽ ബാങ്കിൻ്റെ റോൾ എന്താ? അന്ന് സെൻട്രൽ ബാങ്ക് വന്നിട്ട് ഡോളർ ബാക്ക് അഗെയിൻസ്റ്റ് ഗോൾഡ്. അങ്ങനെ അല്ല സിറ്റുവേഷൻ. സോ അവിടെ ബാങ്ക് ഫെയിലിയർ ആയുമ്പോൾ അവരെ കൊണ്ട് നോട്ട് കൊടുത്ത് രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നോട്ട് അടിക്കുന്നത് തന്നെ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇഷ്ടത്തിന് നോട്ട് അടിച്ചു ബാങ്കിൽ കൊടുത്ത് ബാങ്കിന് എങ്ങനെയെങ്കിലും രക്ഷിക്കും അവർ. അമേരിക്കയിലും അവർ രക്ഷിച്ചിട്ടുണ്ട്, ഇന്ത്യയിലും കൂടെ നടന്നിട്ടുണ്ട്. ഇത് കാരണം 1930s ഇന്നിരിക്കുന്നതിനെയും കമ്പയർ ചെയ്യരുത്. 1971 വരയ്ക്കും ഡോളർ വാട്ട്സ് ബെറ്റ് ടു ഗോൾഡ്. ഡോളർ ഇസ് നോട്ട് ബെറ്റ് ടു ഗോൾഡ്. നിങ്ങൾ കണക്ക് പറയുവാണെങ്കിൽ ഈ ബ്രണ്ടന്റെ അഗ്രിമെന്റ് 1944 സാർ വന്നത്? 1944 എന്ത് അഗ്രിമെന്റ്? ഡോളർ വന്നിട്ട് ഗോൾഡിനൊപ്പം ബെറ്റാകും. കറൻസിക്ക് ഡോളറിനോട് ബെഗാകും. ഇത് കറൻസിക്കും ഏത് കറൻസിയുടെ ഒപ്പം കൂടെ ബെഗില്ല. ഇഷ്ടത്തിന് കയറിക്കൊണ്ടിരിക്കും. 1944 മുമ്പ് ഏത് കൺട്രിയും ഏത് ഡോളറിന്റെ കൂടെയും ബെഗില്ലാതല്ലേ സാർ ഇരുന്നത്? 1930ക്ക് മുമ്പേ ആണ്. എല്ലാവരും ഒவ்வொரு ഗോൾഡ് ലെവൽ വച്ചിരുന്നു. അതിൻ്റെ ശേഷം എന്തായെന്ന് വെച്ചാൽ വേൾഡ് വാർ 2 തന്നെ അതിനെല്ലാത്തിനും അബണ്ടൻറ്റ് ചെയ്തു. 1939 to 1945 വേൾഡ് വാസ് നോ പെഗ് ബിക്കോസ് ഓഫ് വാർ. ആ സമയം അമേരിക്ക മാത്രമാണ് ഈ വാർ കാരണം അഫ്രാകാതിരുന്ന ഒരേ നാട്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഹവായ് എന്ന സ്ഥലത്തിൽ മാത്രമാണ് ആ പേൾ ഹാർബർ അറ്റാക്ക് നടന്നത്. അമേരിക്ക വാസ് ഇൻസ്ലേവ്ഡ്. അമേരിക്ക ഇൻസ്ലേറ്റഡ് അല്ല. ഇഷ്ടത്തിന് നോട്ടടിക്കുന്നു.
ഇതാരും അടിക്കും. എൻ്റെ പാർട്ടി എന്നെ അടിക്കും, ഹീറോയുടെ പാർട്ടി ഹീറോ അടിക്കും, റുപ്പീനെ അടിക്കും, അവർ വേണമെങ്കിൽ ഡോളറിന് അടിക്കും. അങ്ങനെ മാറി മാറി എതിനെ വേണമെങ്കിലും അടിക്കും. ആര് സാർ ഇതിനൊക്കെ മാനുഫാക്ചർ ചെയ്യും? സാധനങ്ങൾ തയ്യാറിക്കുവാണെങ്കിലേ സാർ വാങ്ങാൻ ആൾക്കാർ നോക്കാം. ഇതിൽ പറയണത് പോലെ 2 സിസ്റ്റമാകും. ട്രേഡ് ചെയ്യാൻ ഡോളർ, ചേർത്ത് വെക്കാൻ ഗോൾഡ്. അതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊക്കെ നോക്കി നിങ്ങൾ കൺഫ്യൂസ് ആകരുത്. ആ ചോദ്യങ്ങൾ ചോദിക്കാതെ എന്ന് പറയുന്നല്ലേ സാർ? നീ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. സാർ ഇൻസ്റ്റാഗ്രാമിൽ വന്നു എന്നാണ് ഈ ചോദ്യം ചോദിച്ചത്. കാരണം ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നൊക്കെ പറയുന്നല്ലേ? There is a crash. ഉടനെ സെൻട്രൽ ബാങ്ക് വന്നിട്ട് റേറ്റിന് 0 ആക്കും. അതിൻ്റെ ശേഷം 0 ആയും ആ ക്രാഷ് പോയില്ലെങ്കിൽ വരെ വന്നിട്ട് നെഗറ്റീവ് ഇൻട്രസ്റ്റ് ഇട്ട് കാശിന് തന്ന് അതിനെ ചെലവാക്കുമെന്ന് പറയും. ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് പറഞ്ഞു ജപ്പാൻ പോലെ. ഇറ്റ് വോണ്ട് ബി സച്ച് എ മേജർ ഫാൾ ബിക്കോസ് ഇമ്മീഡിയറ്റ് യുഗം വരും. മാക്സിമം 25-30% ഫാൾ ഇരിക്കും. അതിൻ്റെ അകത്ത് ഡോളറിനെ വെച്ച് അടിക്കും. ടാറ്റ ക്യാപിറ്റൽ ഗോൾഡ് ലോൺ ബിസിനസ്സിനകത്ത് ഇറങ്ങുന്നു. എനിക്കിതിൽ ചെറിയൊരു വിഷമമുണ്ട്. ആൽബന ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓൺഡ് ബിസിനസ്സാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഈസി ആയിട്ട് സ്വർണത്തിനെ പറ്റിക്കാം. അവർ 10,000 ബ്രാഞ്ച് വച്ചിരിക്കുന്നു എന്ന് വെച്ചോ, ആരെങ്കിലും ഒരാൾ കവറിങ്ങനെ വാങ്ങി ഗോൾഡ് ഇത് തന്നെ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോവും. സോ അവരുടെ ഓഡിറ്റ് പ്രോസസ്സ് എത്രയും സ്ട്രോങ് എന്ന് നമുക്കറിയത്തില്ല. ഗോൾഡ് വിൽക്കുന്നത് വേറെ, ഗോൾഡിന് വെച്ച് നിങ്ങൾ കടം കൊടുക്കുന്ന സമയം ഒരു പ്രൊഫഷണലി റൺ ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം വരും. ഡെഫിനറ്റ് ആയിട്ട് വരും. മുത്തൂട്ട് മനപ്പുറമെല്ലാം എങ്ങനെയാണ് സാർ? ഉടനെ വന്ന് എല്ലാത്തിനും നോക്കുന്നില്ല സാർ? അവരിരുന്ന് ഡെയിലി കണക്ക് നോക്കും. 3 മുത്തൂട്ട്, അതിൽ 2 ഒരാളാണ് പബ്ലിക്. യെല്ലോയും ബ്ലൂയും ഇന്ന് പബ്ലിക്കായില്ല. അനന്തകുമാർ മണപ്പുറം ഫണ്ടും കരുത്തുമായിട്ടാണ് നോക്കി വച്ചിരിക്കുന്നത്. 74 വയസ്സായിട്ടുണ്ട്. ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റ്. അവർക്ക് ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന കാര്യത്തിൽ തന്നെ ബെയിൻ ക്യാപിറ്റലിനെ വിളിച്ചുകൊണ്ടുവന്നത്. എല്ലാം പക്കാവായിട്ട് ഫാമിലി ഡ്രിവൻ ബിസിനസ്സാണ്. ഓക്കെ സാർ, ഫൈൻ. അടുത്തത് വന്നിട്ട് കല്യാൺ ജുവലേഴ്സ്. ഇപ്പൊ സാർ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഈ കല്യാൺ ജുവലേഴ്സിന് പോയ ആഴ്ചയ്ക്കും ഈ ആഴ്ചയ്ക്കുള്ള ഗേപ്പിൽ 50% ഏറിയിരിക്കുന്നു സാർ. അളവിൻ്റെ മുകളിൽ കയറിയെങ്കിൽ അപ്പം നോക്കാം. ഇനിയും ആ റേറ്റിന് ചെന്നില്ല, 700-800 ചെല്ലുവാണെങ്കിൽ നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഈ ചോദ്യം ചോദിക്കാം സാർ. സാർ നിങ്ങൾ അടിക്കടി പറയുന്ന കാര്യം ഈ തങ്കമയിലിനെ 250-300 രൂപയിൽ കണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്തു എന്ന് സാർ. അങ്ങനെ നോക്കുമ്പോൾ കല്യാണ അടുത്ത തങ്കമയിൽ സാർ. അങ്ങനെ ഞാൻ പറയൂല. കാരണം ആദ്യം ഞാൻ കല്യാൺ സുധത്തിനെ കണ്ടിട്ടില്ല, പക്ഷേ രമേഷിനെ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ രമേഷ് സാറിന്റെ ഫാമിലിയിൽ ഞാൻ ഒരുപാട് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെ കല്യാണിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. തങ്കമയിലിന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. ആദ്യം ഫ്രാഞ്ചൈസിയേ ഇല്ല. ഇവിടെ ഫുള്ളായിട്ട് ഫ്രാഞ്ചൈസി ബിസിനസ്സാണ്. അപ്പോൾ ലോ മാർജിനിൽ എങ്ങനെയാണ് ഈ ഫ്രാഞ്ചൈസിക്ക് മാർജിൻ കൊടുക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇനി കണ്ടുപിടിക്കണം. തങ്കമയിലിന് ഫ്രാഞ്ചൈസി ഇല്ല, എല്ലാം അവരുടെ ഓൺ ട്രേഡാണ്. അവർ ഐഡിയ എന്തും ആരുമില്ലാത്ത സ്ഥലത്തിലോട്ട് പോവും. അതായത് ആദ്യം ഒരു മെഡ്രാസിൽ ഒരു ഷോർ ഓപ്പൺ ചെയ്താലും പിന്നെ അടുത്ത് ഓപ്പൺ ആകുന്നത് എല്ലാം ഒരു ഫെരിഫെരിയിലാണ് ഇരിക്കുന്നത്. തീരകത്ത് ഒരു ടി നഗർ ഷോർ മാത്രമാണ്. സാർ താങ്ക് യു സാർ. ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർ, നാളെ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലാഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.